ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് അമ്മേൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അപ്രതീക്ഷിക്കാതെ കേക്കും അപ്രതീക്ഷിതമായി വേണ്ട ബുദ്ധിമുട്ടാണ്. പ്രതീക്ഷിക്കാതെ എന്ന് പറയാം. പ്രതീക്ഷിക്കാതെ അച്ഛൻ കേക്കും ബിരിയാണിയൊക്കെ കൊണ്ടുപോകും. അപ്പൊ ഇന്ന് ഞങ്ങൾ പൊളിക്കും. പക്ഷെ എന്റെ മുടി വെട്ടും. അല്ലോ ഞാൻ പറഞ്ഞ മുകളിലത്തെ മുടി വെട്ടാൻ ഞങ്ങളൊട്ടും പ്രതീക്ഷയില്ല കേട്ടോ. ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറ് വെച്ചു. അവനൊട്ടും പ്രതീക്ഷയില്ല. ബീറ്റ്റൂട്ട് തോരൻ വെച്ചു. മത്തി ഉണ്ടായിരുന്നു. എന്നും മത്തി ഉണ്ടാവും. അത് ഞങ്ങളെ ഇരിക്കുന്ന സ്ഥലം മത്തി തോരൻ വെച്ചു. കറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒപ്പിക്കാന്നൊക്കെ വെച്ച് സമാധാനമായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അങ്ങാടിക്ക് പോയിട്ടോ. ലേശം മീൻകറിയല്ലുള്ളൂ, എന്താ മീൻ വാങ്ങാഞ്ഞെന്നൊക്കെ ചോദിച്ചാണ് പോയത്. എന്താ വരുമ്പോൾ മീൻ വാങ്ങിയിട്ട് ഇങ്ങ് പോകുന്നായിരുന്നെങ്കിൽ വെച്ചാൽ പോരെ, ഇനിയിപ്പോൾ ഞാൻ പോയി വാങ്ങി വന്നിട്ട് എപ്പോഴാന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു സാരല്ല, ഏഴതിലായുള്ളൂ, എന്നാൽ മീൻ വാങ്ങിക്കോളാനൊക്കെ പറഞ്ഞേ. അപ്പം എന്നാൽ മീനും വാങ്ങിക്കും, ലേശം പച്ചക്കറി ഉണ്ടെങ്കിൽ തോരൻ വെക്കാനും വാങ്ങിയിട്ട് പോരേന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ പറഞ്ഞ് പോയതായിരുന്നു കാര്യം. അപ്പോൾ പക്ഷേ വരുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല. ഭാഗ്യം ഞാൻ മീനിനുള്ള കറി അടുപ്പത്ത് വെക്കാഞ്ഞത്. ഉടുപ്പിടാതെ വന്നു. അപ്പോൾ എന്നിട്ട് എന്താ പറഞ്ഞത് നമ്മളെന്താ പറഞ്ഞത്, കേക്കും കൊണ്ടുവന്നു. എന്നിട്ട് അച്ഛയും കുടുവും കൂടെ കുളിക്കാൻ കയറിയിട്ടുണ്ട്. കുടു കുളിച്ചിറങ്ങി വന്നു കേട്ടോ. കുടുവിനെ കാണിക്കാൻ പറ്റില്ല, ഫാനിടാതെ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, പരിപാടിയൊന്നുമില്ല, ഒരു പരിപാടിയില്ല. ഇനിയിപ്പോൾ ഏതായാലും കേക്ക് കൊണ്ടുവന്ന സ്ഥിതിക്ക് മുറിച്ചേക്കാം അല്ലേ. അതിന് കുടു കേക്ക് വാങ്ങി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കമന്ന് കിടന്നു. കുടു അതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടന്നപ്പം അതെല്ലാം കൂടി ചപ്പിയായിപ്പോയി. കാണിച്ചു തരാം കേട്ടോ, ബാ. ഇത് കണ്ടോ, എഴുത്തൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ ഇത് കണ്ടോ, ഇവിടെ എഴുത്ത് ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ എഴുത്തിലൂടെ കണ്ടോ കൈകൾ, എത്ര കൈകളാണ് ഓടിയതെന്നറിയോ. ഇത് കൊണ്ടുവന്ന പാടെ ഇവിടെ ഇങ്ങനെ മാന്തിയിട്ട് തിന്നുമായിരുന്നു പരിപാടി. മഴയുണ്ട് കേട്ടോ പുറത്ത്, അതുകൊണ്ട് കേൾക്കുമെന്നറിയാം. അപ്പോൾ എഴുത്തും വായനയൊന്നുമില്ല. ഇല്ലെങ്കിൽ രണ്ട് ഹാപ്പി ബർത്ത്ഡേ ആണ്. ഞാനാണ് മുറിക്കുക, നിനക്ക് തിന്നാൻ എടുത്തു തരും കേട്ടോ. മുഴുവൻ്റെ അല്ല, ഇത് എൻ്റെതാണ്. എൻ്റെ ബർത്ത്ഡേ, ഞാൻ നിനക്ക് തിന്നാൻ തരുള്ളൂ കേട്ടോ. കുടുവിൻ്റെ കുടു മുറിച്ചോ, ആയില്ല എന്നാ പിടിച്ചോ. എല്ലാരും ഇങ്ങോട്ട് മൂലയിലേക്ക് അല്ല, ഇവിടുന്ന് കിട്ടുന്നുണ്ട്, എല്ലാരും ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയാ മുറിക്കുന്നേ. ഇതാരാ മുറിക്കണേ? മുറിക്കോട്ടെ, എന്ത് അച്ഛ കാണിച്ചു തരും. ഇങ്ങനെ മുറിച്ചിട്ട് പിന്നെ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ എടുക്ക, വായില് കുത്തിക്കിട്ട എല്ലാ കൈയിടലടാ. അയില്ല അയില്ലേ, ഇങ്ങനെ തരും, തിന്നും, ഇങ്ങനെ തരും, പിന്നെ ഇങ്ങനെ തരും, പിന്നെ വെൽക്കം വെൽക്കം. അച്ചക്കിയോ പാട്ടൊന്നും പാടിയില്ല ആരും. അങ്ങേലി പോവേ, ആ പാട്ടല്ല. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അതിനൊക്കെ നല്ല മോനിച്ച് പറയാട്ടോ, ഞാൻ വീഡിയോ പിടിച്ച അവിടെ നിന്നാലും എനിക്ക് കിട്ടൂലെന്ന്.
അയ്യോ അത് മറന്നു വീഡിയോയും പിടിച്ച് അവിടെ നിന്നാൽ എനിക്ക് കിട്ടൂല എന്നും പറഞ്ഞാൽ അവനെ ഫോണൊക്കെ അവിടെ ഇട്ടിട്ട് ഓടിപ്പോന്നു. അയ്യോ ഇത് അപ്രതീക്ഷിതമായി കിട്ടിയതാ. പകുതിയില്ല മുഴുവനും വേണോ? പകുതി എനിക്ക് മുഴുവനും അച്ഛന് മാത്രം അറിയാൻ കേക്കാം. മതി ഞാൻ കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. പണി കഴിഞ്ഞ് വന്ന അതേ കോലത്തിൽ തന്നെയാണ്. ഉടുപ്പ് പോലും മാറ്റിയിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് നോക്കി ഇവര് നിന്ന് തീർക്കും. അയ്യോ രമ്യ നാളെ എന്നെ ശരിയാക്കും. അവരൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. രമ്യ, രാധിക, ജോയിന ചേച്ചി വരുന്നുണ്ടെന്ന് വരെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ആതിര എല്ലാവരും ചോദിച്ചായിരുന്നു. നമ്മളെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചായിരുന്നു. കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒത്തിരി കൂട്ടുകാർ, ഇവിടുത്തെ കുറേ കൂട്ടുകാർ വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ചിലവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചിലവൊന്നുമില്ല കേട്ടോ. ഇത് പ്രതീക്ഷിക്കാതെ കിട്ടിയ ചിലവാണ്. ഇനി വേറെന്തോ പൊതിയിൽ കൊണ്ടുവന്നുണ്ട്, നോക്കട്ടെ എന്താ. ഇതൊന്ന് ഫിനിഷ് ആക്കട്ടെ, എന്നിട്ട് ബാക്കി പിന്നെ കാണാം. കുടു പറയാണേ കുടുവിന് മതിന്ന്. അതെന്താ കുടു അങ്ങനെ പറയാം? കുടു കൊടുക്ക്. അയ്യോ അമ്മേ, കുടുവിനെ കണ്ടിട്ട് പേടിയാവുണ്ടോ? ഹായ് പറയ് കുടു, ഹായ് പറയ്. തൊടരുത് കുഞ്ഞിൻ്റെ കയ്യിലൊക്കെ കേൾക്കാം. ഹായ് ഇത് പറഞ്ഞാൽ മതി. ഹായ് തിന്നോ മതി. എന്താണ് ഇവിടെ കേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞോ? അതിൽ കൂടെ വന്നിരിക്കും. ഈ രാജ്യട്ട് അതിൽ കുത്ത. അയ്യ അവന് മോത്ത് തേക്കല്ലേ കൂടൂ. അങ്ങനെയാണ് ആ സൈഡിൽ നിന്ന് എടുക്ക് പോട്ടോ. ഇങ്ങനെ നോക്ക കൂടൂ. ഹായ് പറയും. കുടുവിന്റെ മേത്ത് മുഴുവൻ അച്ഛ തേച്ചൂന്ന് കുടു പറഞ്ഞേട്ടോ. ആരാ തേച്ച കുടു? ഞാനല്ലേ. ആരാ തേച്ച കുടു? കുടുവിന് മേത്തൊക്കെ അച്ഛ തേച്ചു. നോക്കുന്നില്ലല്ലോ. നോക്കിക്കോട്ടോ, എല്ലാരും നോക്കിക്കോട്ടോ. ചിരിച്ചോട്ടോ. കവറിൽ എന്താ നോക്കിക്കൊണ്ടല്ലേ ബിരിയാണി ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആക്കാന്ന് വിചാരിച്ചു. പൊന്തിച്ചുപിടി, ഇതിനകത്തേക്ക് പൊന്തിച്ചുപിടി കാണുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആക്കാന്ന് വിചാരിച്ചു. എല്ലാരും കൂടി ഇതിൽ നിന്ന് അങ്ങോട്ട് കഴിക്കാം അല്ലേ? അത് സെറ്റ്. എൻ്റെ മുഖത്തുള്ള കേക്കിൻ്റെ പോയില്ല. ആ ബിരിയാണി ഞങ്ങളിതാ എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. രാത്രി എല്ലാവരും അല്ലെങ്കിലും പരമാവധി ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറുള്ളത്. ഇത് ഒരുമിച്ച് മാത്രമല്ല, ഒരു ഇലയിൽ, ഒരു പേപ്പറിൽ. ഓക്കെ, വെക്കാൻ സ്റ്റാൻഡ് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ കൈ പിടിച്ചാണ്. എടാ വാടാ മോറ്റ, നിനക്ക് ഇരിക്കാനില്ലല്ലോ. ആദ്യകൂട്ടം ഇത് അവിടെ ഇരിക്കുന്നു. ആദി
ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യസമയത്ത് ഇതാ ഞങ്ങളെ വിളിച്ചേക്കണു. ആരാ വിളിച്ചതെന്നറിയോ? കാണുന്നില്ലടാ കുട്ടാ. എടീ പെണ്ണെ കാണുന്നില്ല. എടേ അറിയാവുന്ന പണി എടുത്താൽ മതി. എടേ അറിയാവുന്ന പണി എടുത്താൽ മതി. ആവശ്യമില്ലാത്ത പണി എടുക്കല്ലേ. ആ ഇങ്ങോട്ട് നോക്ക് കുഞ്ഞെ, ചേച്ചിന്റെ കയ്യിലോട്ട് നോക്ക്. ചേട്ടാ അത് ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാരും കൂടി ഇങ്ങനെ കഴിക്കുന്ന ഒരു ഫോട്ടോ കിട്ടാനൊരു മാർഗമില്ല. ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ ചോറുണ്ടോണ്ടിരിക്കുമ്പോൾ ചേട്ടായും ചേച്ചിയും മക്കളും എന്നിട്ട് വിളിച്ചത്. ഞങ്ങൾ വയനാട്ടിൽ പോയില്ലേ, ടൂർ പോയപ്പോൾ കണ്ടില്ലേ, ആരെന്ന് വിളിച്ചത് കേട്ടോ. കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ചോറുണ്ട് കേട്ടോ. പക്ഷേ ശരിക്കും ഞങ്ങളെല്ലാവരും കൂടി ഇന്നിങ്ങനെ കഴിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ജനലിൻ്റെ മുകളിലൊക്കെ വെച്ചാണ് പിടിച്ചത്. നേരെ ഒരു ഫോട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എടുക്കാനുള്ള സൗകര്യമില്ല അവിടെ. ഇവിടുത്തെ അവസ്ഥ ഇതാ, 5 ആളുണ്ട്. കൊടുവിന് പിന്നെ കണക്ക് കൂട്ടണ്ട കേട്ടോ. വെറും 3 ബിരിയാണിയെ വാങ്ങിയിട്ടുള്ളൂ. അവസ്ഥ കാണിച്ചു തരണം. എല്ലാം ബാക്കിയാണ്. വെറും 3 ബിരിയാണി തിന്നാൻ വയ്യാതെ പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. 3 ബിരിയാണി വാങ്ങിയിട്ട് തിന്നാൻ വയ്യാത്തവരാണ്. ഞങ്ങളെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ടേ ഇങ്ങോട്ട് നാണം കെട്ടതാണേ. ഇത് എങ്ങനെയെങ്കിലും തീർക്കണം, ഇല്ലെങ്കിൽ പണിഷ്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇത് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. പാവം മോനിച്ച് ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് തീർക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കും. കണ്ടോ കണ്ടോ ചെയ്യുന്നുണ്ടോ, ചെയ്യുന്ന പണിവാണി കണ്ടോ. എണീറ്റ് പാടാ അവിടുന്ന്. വിരി നേരെ ആക്കിയിട്ട് കൂടൂ. കണ്ടോ കഴിഞ്ഞു. നേരെ ആക്കിയിട്ടോളാം, വൃത്തിയാക്കിയിട്ടോളാം. അടിപ്പൊക്കിട്ടിനോട് വൃത്തിയാക്കിയിട. എൻ്റെ ദേവി എനിക്ക് മതിയായി. ഇനി നീ എന്തേലും കാട്ടിക്കോട്ടെ മോറ്റാ. അരിച്ചൊക്കെ എത്താം, പൈനാപ്പിൾ എത്താം. നിർത്തട്ടെ, മതിയാക്കട്ടെ. 3 ബിരിയാണി വാങ്ങിയിട്ട് ഇതാ ബാക്കിയായി. ഇനി 2 ബിരിയാണി വാങ്ങിയാതിട്ടാവൂ. ആദ്യക്കൂട്ടിനില്ലേ ഞങ്ങൾ ചോറ് എങ്ങനെയാ തിന്നു കഴിഞ്ഞു. ബാക്കി ഇതാ ബാക്കിയാക്കിയിട്ട് എല്ലാവരും തന്നെ ബാക്കിയായി. അപ്പോൾ ഈ ആദ്യക്കൂട്ടം ഇന്നലെ ഞങ്ങൾ അങ്ങാടി പോയപ്പോൾ പിന്നെ കൈതച്ചക്ക കണ്ടു കേട്ടോ കടയിൽ. ഇങ്ങനെ അടുത്ത് വരുന്ന വെച്ചാൽ മഴ ആകെ സൗണ്ടാണ്. കൈതച്ചക്ക കണ്ടപ്പോൾ അവന് ഇഷ്ടമുള്ള സാധനം, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം കേട്ടോ കൈതച്ചക്ക. അപ്പോൾ ഇവൻ ചോദിക്കുകയാണേ, അമ്മേ ഇതിന് എത്ര വിലയാവും, കൈതച്ചക്കയ്ക്ക് എത്ര രൂപയാവും എന്നാണ് ചോദിച്ചു. അപ്പോൾ ആ ചോദ്യം കേട്ടപ്പോഴേക്ക് കാര്യം മനസ്സിലായി, വേണ്ടിയിട്ടാട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്തായാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചൊരു കൈതച്ചക്ക വാങ്ങിച്ചു. അപ്പോൾ ഇനി ഏതായാലും ഇതെല്ലാം ദഹിക്കണ്ടേ, നമുക്ക് ഇതും കൂടി ഒന്ന് ചെത്തിയാൽ ഇന്നത്തെ വിശേഷങ്ങൾ അവിടെ അവസാനിക്കും. തെറിച്ചു പോകുന്നു. ഇതിൻ്റെ മുള്ള് ശരിക്കും കണ്ടില്ലേ, ഈ മുള്ള് കളഞ്ഞ് ചെത്തണം ശരിക്കും. ആ മുള്ള് കളഞ്ഞാൽ പിന്നെ ഇതൊന്നുമില്ല കാണും. കണ്ടോ ഇങ്ങനെ നല്ലോണം മുള്ള് കളയണില്ലെങ്കിൽ മക്കൾക്കൊക്കെ അത് വായിൽ കുത്തും ചെയ്യും. ഞാൻ ചെത്തുമ്പോൾ ഇതൊക്കെ കളയും. കളഞ്ഞാൽ പിന്നെ പൂഞ്ഞി മാത്രമേ ഉണ്ടാവുള്ളൂ. പൂഞ്ഞിന്നാണ് നമ്മൾ പറയാനാവുക. നമ്മൾ പൂഞ്ഞിന്ന് പറയും. കത്തിക്ക് മൂർച്ചില്ലേടാ.
താഴെ പോയി. ഇനി എനിക്ക് ഇരട്ടിപ്പണിയാണേ. ആ മുറം എടുത്താൽ മതിയായിരുന്നു. ചക്ക ഇല്ല പിന്നെ അവസാനം ഇപ്പം ഉണ്ടാവൂല അല്ലേ? പക്ഷെ എൻ്റെ ദൈവം ഇതിനില്ല. 90 രൂപയാണ് അതിന്. ഒരു 40 റുപ്യേൻ്റെ ഇപ്പം ചെത്തിപ്പോയി നിൽക്കുന്നു. ഈ മുള്ളു കളയണ്ട അല്ലേ? അപ്പോൾ കുടുവിനൊക്കെ തൊണ്ടിട്ടുണ്ട്. മത്തീൻ്റെ മുള്ളു കൊടുങ്ങാത്തവനാണ് അപ്പോൾ ഇതിൽ കുടു പിടിക്കുക. അമ്മ പിടിക്കാം. എല്ലാവരും വാ, എല്ലാവരും വാ, എല്ലാവരും വാ. അമ്മ മുറിക്കട്ടെ. എല്ലാരും വായോ. ചക്ക എല്ലാരും വായോ. കുളിക്കാണ്ട് ആ അച്ഛക്ക് എത്ര കൊടുക്കൂ. അതാ കട്ടിലേക്ക് എന്ത് പണിയാ കുഞ്ഞേ. ആകെ 8-9 പീസേ ഉള്ളൂ. നീ അവിടെ വീഡിയോ ചെയ്യുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു ലക്ഷം കഴിച്ചു. നിങ്ങളെ രണ്ടുപേരെയും റൂമിൽ കൊണ്ടുവന്ന് മയക്കുമരുന്ന് ചേർത്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞു. എന്റെ പ്ലാനിങ്ങിനെ തെറ്റുപറ്റാതെ ഏൽപ്പിച്ച ജോലി അവളെ മനോഹരമായി ചെയ്തു. ഇങ്ങോട്ട് നോക്കടാ. ഒരു താങ്ക് യു പറയും കൂട്ടുകാരോട്. താങ്ക് യു പറയും. ഹായ് അല്ല, സപ്പോർട്ട് ചെയ്യണം പറയും. ലൈക്ക് ചെയ്യണം പറയും. കമന്റ് ചെയ്യണം പറയും. കമന്റ് ചെയ്യണം പറയും. കമന്റ് ചെയ്യണം പറയും. ആ കമന്റ് ചെയ്യണം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വിശേഷം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പ്ലീസ് സപ്പോർട്ട്, പ്ലീസ് ലൈക്ക്. എല്ലാ കൂട്ടുകാരോടും ഒരിക്കൽ കൂടി താങ്ക് യു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ മൈ വേൾഡിലെ സുമയ്യ കുട്ടീനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അതുപോലെ ലതിക, പിന്നെ എല്ലാവരും തന്നെ ചോദിച്ചു കേട്ടോ, ഫോൺ റെഡിയായോ എന്ന്. സുമയ്യ വീഡിയോയിൽ കമൻറ്റ് പറയുക പോലും അല്ല, വീഡിയോയിൽ പറയുകയും കൂടെ ചെയ്തു കേട്ടോ. കാരണം ഞാൻ ആ ഫോൺ കംപ്ലൈൻ്റ് ആയ ഉടനെ എനിക്ക് ഓണാക്കി കിട്ടിയപ്പം സുമയ്യൻ്റെ വീഡിയോ ആയിരുന്നു വന്നതേ. ഞാൻ പെട്ടെന്ന് അതിൽ കയറി വീഡിയോ ഓണാക്കി വെച്ചു. അപ്പോൾ വീഡിയോ ഒക്കെ പിന്നെ എന്താ പറയുക, പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലിങ്ങനെ കമൻ്റ് ഇട്ടു, ഇങ്ങനെയാണ് ഫോൺ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, അഥവാ വീഡിയോ ഒന്നും വന്നില്ലെങ്കിലൊന്ന് പറയണട്ടോ നമ്മളെ കൂട്ടുകാരോടൊന്ന് പറഞ്ഞു. പക്ഷേ സുമയ്യ അത് പിറ്റേ ദിവസത്തെ വീഡിയോയിൽ അത് എഡിറ്റ് ചെയ്ത് വീഡിയോയിൽ അത് പറഞ്ഞു. അപ്പോൾ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തുന്ന ഒത്തിരി കൂട്ടുകാരുണ്ടെന്ന് യൂട്യൂബിൽ വന്നതിന് ശേഷം സുമയ്യ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കൂട്ടുകാരെ കിട്ടിയിട്ട് ഒരുപാട് എന്താ പറയുക, സ്വത്തും മുതലും സാമ്പത്തികവും ഒന്നും നോക്കാതെ പരസ്പരം സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരെ കിട്ടി. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. അതി കൊടു 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 താങ്ക് യു പറയ്. കൊടു പറയ് താങ്ക് യു പറയ് കൊടു.